പ്ലസ് ടു മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ചാപ്റ്റർ 3 മാട്രിസസ്. ഒരു എക്സാമ്പിൾ നോക്കാം. രാമു ഹാസ് 7 ആപ്പിൾസ്, 5 ഓറഞ്ചസ് ആൻഡ് 3 ബനാനാസ്. രാജു ഹാസ് 6 ആപ്പിൾസ്, 4 ഓറഞ്ചസ് ആൻഡ് 4 ബനാനാസ്. ആൻഡ് Raghu has 8 apples, 6 oranges and 2 bananas. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 3 വ്യക്തികൾ. ആ 3 വ്യക്തികളുടെ അടുത്തും ഉള്ളത് ആപ്പിൾ, ഓറഞ്ച്, അതുപോലെ ബനാന. അതിൻ്റെ എണ്ണത്തിലാണ് വ്യത്യാസമുള്ളത്. നമുക്ക് ഇതേ രീതിയിലുള്ള ഒരു സെൻറ്റൻസ് കിട്ടിയാൽ അതിൽ നിന്ന് ഓരോരുത്തർക്കുമുള്ള ആപ്പിളിൻ്റെ എണ്ണം, അല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ എണ്ണം, അല്ലെങ്കിൽ ബനാനയുടെ എണ്ണം, ഇത് കൃത്യമായി അനലൈസ് ചെയ്യാൻ നമുക്ക് ഇതിനെ കുറച്ചും കൂടി നല്ലൊരു രീതിയിൽ, അതായത് ഒരു കോളം വരച്ച് എഴുതുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഇതിനെ നമുക്ക് ഇതേ രീതിയിൽ ഒരു കോളം വരച്ച്, അതായത് ഓരോ കോളത്തിൽ നമുക്കറിയാം രാമു, അതുപോലെ തന്നെ രാജു, അതുപോലെ രഘു, ഇങ്ങനെ 3 പേരാണുള്ളത്. ഈ 3 പേരുടെ അടുത്തും ആപ്പിളുണ്ട്, അതുപോലെ ഓറഞ്ച് ഉണ്ട്, അതുപോലെ ബനാനയുണ്ട്. ഇനി ഈ കോളത്തിൽ ഇതിനനുസരിച്ച് നമുക്ക് ഫില്ല് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ആദ്യത്തെ ഭാഗം രാമു ഹാസ് 7 ആപ്പിൾസ്, അതുപോലെ 5 ഓറഞ്ചസ്, 3 ബനാനാസ്. അത് നമുക്ക് രാമുവിന് നേരെ വരുന്ന കോളത്തിൽ 7, 5, 3 എന്ന് കൊടുക്കാം. ഇതേ മെത്തേഡിൽ തന്നെ രാജു ഹാസ് 6 ആപ്പിൾസ്, 4 ഓറഞ്ചസ്, 4 ബനാനാസ്. സെയിം മെത്തേഡ് നമുക്ക് രഘുവിൻ്റെ കാര്യത്തിലും ഉപയോഗിക്കാം. അതായത് രഘു ഹാസ് 8 ആപ്പിൾസ്, 6 ഓറഞ്ചസ് ആൻഡ് 2 ബനാനാസ്. ഇപ്പോൾ ഈ കോളത്തിൽ നിന്ന് നമുക്ക് കുറച്ചും കൂടിയും എളുപ്പത്തിൽ ഓരോ വ്യക്തികളുടെയും കയ്യിലുള്ള ആപ്പിൾ, ഓറഞ്ച്, ബനാന അത് കണ്ടെത്താൻ സാധിക്കും. എന്നാൽ ഇത് നമുക്ക് കുറച്ചും കൂടിയും ലളിതമായിട്ട് ഇതേ രീതിയിൽ ഒരു സ്ക്വയർ ബ്രാക്കറ്റിൽ, അതായത് 7, 5, 3 എന്ന് ഫസ്റ്റ് റോയിൽ കൊടുക്കുകയാണെങ്കിൽ ആ 7 എന്നത് രാമുവിൻ്റെ കൈവശമുള്ള ആപ്പിളാണ് എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ രണ്ടാമത്തെ റോയിൽ അവസാനത്തെ എലമെൻറ്റ് 4 ആണെങ്കിൽ അത് രാജുവിൻ്റെ കയ്യിലുള്ള 4 ബനാനയാണ് എന്ന് മനസ്സിലാക്കാം. അതായത് ഒരു നിശ്ചിത ഓർഡറിൽ, ഒരു ബ്രാക്കറ്റിൽ നമുക്കിതിനെ ക്രമീകരിക്കാം. അതായത് ഇതിനെ നമുക്ക് ഇവിടെ 3 വ്യക്തികളുമുണ്ട്, ആപ്പിൾ, ഓറഞ്ച്, ബനാന, അങ്ങനെ 3 വന്നതുകൊണ്ടാണ് അതൊരു സ്ക്വയർ രൂപത്തിൽ വന്നത്. ഇങ്ങനെ തന്നെ വേണമെന്നില്ല. അതായത് നമുക്കൊരു റെക്റ്റാങ്കുലർ അറേഞ്ച്മെൻ്റ് ആക്കി ഇതിനെ മാറ്റാം. അതായത് ഇവിടുത്തെ പ്രത്യേകത, ഒരു പ്രധാന പോയിൻ്റ് റെക്റ്റാങ്കുലർ അറേഞ്ച്മെൻ്റ് ആണ് എന്നതാണ്. മറ്റൊന്ന് ആപ്പിൾ, ഓറഞ്ച്, ബനാന അതേപോലെയുള്ള ഡാറ്റകൾ വന്നതുകൊണ്ടാണ് അത് നമ്പേഴ്സായിട്ട് മാറിയത്. അപ്പോൾ അതിലുള്ള ആ സ്ക്വയർ ബ്രാക്കറ്റിലുള്ള എലമെൻറ്റുകളുടെ എണ്ണം നമ്പേഴ്സ് ആയിരിക്കും. നമ്പർ വേണമെന്നില്ല, പകരം ഫങ്ഷൻ ആയാലും മതിയായിരിക്കും. അതേ രീതിയിൽ നമുക്ക് അറേഞ്ച്മെൻറ്റ് നടത്താം. അതായത് ഇങ്ങനെയുള്ള ഒരു നിശ്ചിത ഓർഡറിൽ എഴുതുന്ന ആ സിസ്റ്റത്തിൽ നിന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന മാട്രിക്സ് എന്ന കൺസെപ്റ്റിന് തുടക്കമായത്. അപ്പോൾ നമുക്ക് മാട്രിക്സ് എന്നുള്ളതിൽ ആ ഡെഫിനിഷനിൽ പറയുന്ന പ്രധാന പോയിൻ്റുകൾ, ഒന്ന്, അതൊരു റെക്റ്റാങ്കുലർ അറേഞ്ച്മെൻ്റ് ആണ് എന്നുള്ളതാണ്. ആ റെക്റ്റാങ്കുലർ അറേഞ്ച്മെൻറ്റിൽ തന്നെ നമ്പേഴ്സ് വരാം. ആ നമ്പേഴ്സ് തന്നെ റിയൽ നമ്പർ വരാം, കോംപ്ലക്സ് നമ്പർ വരാം, കൂടാതെ ഫങ്ഷൻസ് വരാം. ഇങ്ങനെയുള്ള പ്രത്യേകതകൾ ചേർന്നതാണ് മാട്രിക്സ്. നമുക്ക് എന്താണ് ആ മാട്രിക്സിൻ്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. നേരത്തെ നാം സൂചിപ്പിച്ച അതൊരു റെക്റ്റാങ്കുലർ അറേഞ്ച്മെൻ്റ് ആണ്. അതായത് മാട്രിക്സ് ഈസ് എ റെക്റ്റാങ്കുലർ അറേഞ്ച്മെൻറ്റ് ഓഫ് നമ്പേഴ്സ്. ആ നമ്പേഴ്സ് തന്നെ റിയൽ നമ്പർ ആകാം, കോംപ്ലക്സ് നമ്പർ ആകാം, കൂടാതെ നമ്പേഴ്സ് വേണമെന്നില്ല എന്ന് നേരത്തെ പറഞ്ഞു, അതായത് ഫങ്ഷൻസ് ആകാം. കൂടാതെ അത് അറേഞ്ച് ചെയ്യണത് ഇൻറ്റു റോസ് ആൻഡ് കോളംസ്. ഒന്നാമത്തെ വരി, രണ്ടാമത്തെ വരി റോ ആയിട്ടും കോളമായിട്ടും, അതായത് വരിയായും നിരയായും ക്രമീകരിക്കാം. ആ ക്രമീകരിക്കുന്നത് നമുക്കറിയാം സ്ക്വയർ ബ്രാക്കറ്റിലും ആകാം, അല്ലെങ്കിൽ സിംഗിൾ ബ്രാക്കറ്റിലും ക്രമീകരിക്കാം. അതിനെയാണ് നാം മാട്രിക്സ് എന്ന് പറയുന്നത്. അതായത് മാട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റെക്റ്റാങ്കുലർ അറേഞ്ച്മെൻറ്റ് ഓഫ് നമ്പേഴ്സ് ഓർ ഫങ്ഷൻസ് അറേഞ്ച്ഡ് ഇൻറ്റു rows and columns enclosed in square bracket or
ഓർഡിനറി സിംഗിൾ ബ്രാക്കറ്റ്. മെട്രിക്സ് ഇറ്റ് ഈസ് എൻ അറേഞ്ച്മെൻറ്റ്. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് നമുക്കറിയാം ക്യാപിറ്റൽ ലെറ്റേഴ്സ്. സെറ്റ് നൊട്ടേഷൻ പോലെ തന്നെ ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ ബി, ക്യാപിറ്റൽ സി മുതലായ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് അത് ഡിനോട്ട് ചെയ്യുന്നത്. നമുക്കൊരു ഏതാനും എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ക്യാപിറ്റൽ എ മെട്രിക്സ് 1 2 3 -5. നമുക്കിവിടെ അറിയാം 1 എന്നുള്ളത് നേരത്തെ ഡെഫിനിഷനിൽ പറഞ്ഞു റോ ആയും കോളമായും ക്രമീകരിക്കുന്നു. ഇവിടെയുള്ള ഈ 1 2 എന്നുള്ളത് ഫസ്റ്റ് റോ ആണ്, ഒന്നാമത്തെ വരിയായിട്ടാണ്. അതുപോലെ 3 -5 എന്നുള്ളത് രണ്ടാമത്തെ റോ, രണ്ടാമത്തെ വരിയാണ്. എന്നാൽ 1 3 എന്നുള്ളതാണ് നമ്മുടെ കോളം, ഒന്നാമത്തെ നിര. 2 -5 രണ്ടാമത്തെ കോളം, അതായത് വരിയായും നിരയായും ക്രമീകരിക്കുന്നു എന്ന് ചുരുക്കം. ഇവിടെ 1 2 എന്നുള്ളത് നമുക്കറിയാം അതൊരു റോ ആണ്. അതിൽ തന്നെ ഫസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് റോ 1 എന്ന് കൊടുക്കാം. വേണമെങ്കിൽ ക്യാപിറ്റൽ R1 എന്ന രീതിയിലും അതിനെ ഡിനോട്ട് ചെയ്യാം. ഇനി അതേ രീതിയിൽ 3 -5 അതും ഇതുപോലെ തന്നെ മറ്റൊരു റോ ആണ്, രണ്ട് റോ ആണ് ഇവിടെ ഉള്ളത്, അതുകൊണ്ട് ഇതിനെ റോ 2 എന്ന് കൊടുക്കാം. 1 3 എന്നുള്ളത് കോളമാണ്, നിരയാണ്. അതിനെ നമുക്ക് കോളമായിട്ട് സൂചിപ്പിക്കാം, അതായത് ഫസ്റ്റ് ആയതുകൊണ്ട് കോളം 1 എന്ന് കൊടുക്കാം. 2 -5 എന്നുള്ളതും കോളം തന്നെയാണ്, അത് കോളം 2 ആണ്. അതായത് റോ ആയും കോളമായും നമ്പേഴ്സിനെ റിയൽ നമ്പർ അല്ലെങ്കിൽ കോംപ്ലക്സ് നമ്പർ അല്ലെങ്കിൽ ഫങ്ഷൻ അതിനെ അറേഞ്ച് ചെയ്യുന്നു. അതിനെയാണ് നാം മെട്രിക്സ് എന്ന് പറയുന്നത്. അതായത് മെട്രിക്സ് ഈസ് എ റെക്ടാങ്കുലർ അറേഞ്ച്മെൻറ്റ് ഓഫ് നമ്പേഴ്സ് ഓർ ഫങ്ഷൻസ് arranged into rows and columns and enclosed in square bracket. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് എ ബി സി എക്സെട്ര ഉപയോഗിച്ചിട്ടാണ് എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. നമുക്ക് ഏതാനും എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ബി എന്ന ഒരു മെട്രിക്സ് 1 4 -1 7 0 3 നമ്മളെല്ലായ്പ്പോഴും വായിക്കുന്നത് ഫസ്റ്റ് റോ ആണ് ആദ്യം വായിക്കുക. 1 4 -1 7 0 3 എന്നുള്ളത് സെക്കൻഡ് റോ ആണ്. അതായത് ഇതിൽ ഈ 1 എന്ന നമ്പർ ഒന്നാമത്തെ റോയിലാണ്, ഒന്നാമത്തെ കോളത്തിലാണ്. വേണമെങ്കിൽ നമുക്കിതിനെ A11 എന്ന് കൊടുക്കാം. ഒന്നാമത്തെ റോയിലും ഒന്നാമത്തെ കോളത്തിലുമായി വരുന്ന എലമെൻ്റാണ് എന്ന് ചുരുക്കം. ഇനി ഇതേ രീതിയിൽ 4 എന്ന എലമെൻറ്റിനെ നമുക്ക് ഒന്നാമത്തെ റോയിലാണത്, അതേസമയം രണ്ടാമത്തെ കോളത്തിലാണ്. അപ്പോൾ സ്മോൾ ലെറ്റർ A12 എന്ന രീതിയിൽ ഇതിനെ ഡിനോട്ട് ചെയ്യാം. ദെൻ -1 എന്നുള്ളത് ഫസ്റ്റ് റോയിലാണ്, അതേസമയം തേർഡ് കോളത്തിലാണ്. അതായത് A13 ആണ് -1. ദെൻ 7 എന്നുള്ളത് സെക്കൻഡ് റോയിലാണ്, എന്നാൽ ഫസ്റ്റ് കോളത്തിലാണ്. അപ്പോൾ A21 ആണ്. A12 ആണ് 4, A21 ആണ് 7. 0 എന്നുള്ളത് രണ്ടാമത്തെ റോയിലും രണ്ടാമത്തെ കോളത്തിലുമായി വരുന്ന എലമെൻ്റാണ്, അതുകൊണ്ട് അതിനെ A22 എന്ന് കൊടുക്കാം. 3 എന്നുള്ളത് രണ്ടാമത്തെ റോയിലും മൂന്നാമത്തെ കോളത്തിലുമാണ്, അതായത് A23 ആണ്. അതായത് ഇവിടെ നമുക്ക് പറയാവുന്നത് ബി എന്ന മാട്രിക്സിന് 2 റോയുമുണ്ട്, 3 കോളവുമുണ്ട്. അതായത് ഇറ്റ് ഹാസ് 2 rows and 3 columns. അതിനെ നമുക്ക് ഡിനോട്ട് ചെയ്യുന്നത് 2/3 2 × 3 എന്ന രൂപത്തിലാണ് അത് എഴുതുന്നത്. നമ്മളത് വായിക്കുന്നത് 2/3 എന്നുള്ളതാണ്. അതായത് ബി എന്നുള്ള മാട്രിക്സിൻ്റെ ഓർഡർ 2/3, വായിക്കുന്നത് 2/3. സാധാരണ റൂമിൻ്റെ അളവുകളൊക്കെ അങ്ങനെയാണ് നാം സൂചിപ്പിക്കാറ്. 2/3 2 റോ, 2 ലെങ്ത്ത് 3 ബ്രെഡ്ത്ത്, അല്ലെങ്കിൽ 10/8 എന്ന രീതിയിൽ. 10 ആണ് അതിവിടെ ലെങ്ത്ത്, 8 ആണ് അവിടെ ബ്രെഡ്ത്ത്. 10 × 8 എന്ന് എഴുതുമെങ്കിലും നാം വായിക്കുന്നത് 10/8 എന്ന രൂപത്തിലാണ്. അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ മാട്രിക്സിൻ്റെയും നൊട്ടേഷൻ. അതായത് ഇവിടെ ബി എന്നുള്ളതിൽ 2 റോയും 3 കോളവുമാണുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ബി ഈസ് എ മാട്രിക്സ് ഓഫ് ഓർഡർ 2/3. വേണമെങ്കിൽ നമുക്ക് O ഓഫ് ബി = 2/3 എന്നുകൂടി എഴുതാം. ദെൻ മറ്റൊരു എക്സാമ്പിൾ നോക്കാം. നേരത്തെ എഴുതിയ അതേ എക്സാമ്പിൾ തന്നെയാണ്. ക്യാപിറ്റൽ എ 1 2 3 -5, അതായത് ഇറ്റ് ഹാസ് 2 rows and 2 columns.
അതായത് അതിനെ ഡിനോട്ട് ചെയ്യുന്നത് 2/2 എന്ന രീതിയിലാണ്. അതായത് എ ഈസ് എ മാട്രിക്സ് ഓഫ് ഓർഡർ 2/2 ആൻഡ് ഇറ്റ് ഈസ് റെഡ് ആസ് 2/2, by 2/2. നമുക്ക് ഇതുകൊണ്ട് നമുക്ക് ഓർഡർ ഒന്ന് ജനറലൈസ് ചെയ്യാം. അതായത് ഇവിടെ 2 റോയും 3 കോളവും അല്ലെങ്കിൽ 2 റോയും 2 കോളവുമുള്ള മാട്രിക്സ് ആണ്. നമ്മളുടെ m റോ n കോളം. അങ്ങനെ ഒന്ന് ജനറലൈസ് ചെയ്യാം. എന്താണ് ഓർഡർ ഓഫ് എ മാട്രിക്സ് എന്ന് ചോദിച്ചാൽ എ മാട്രിക്സ് വിത്ത് m റോസ് ആൻഡ് n കോളംസ്, അതിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് m/n. നമുക്ക് ഈ കാര്യങ്ങളെല്ലാം കുട്ടികൾക്ക് നോട്ടിലേക്ക് എഴുതി വയ്ക്കാം. കാരണം കൃത്യമായിട്ട് എക്സാമ്പിളാണ്. ഒന്ന് പോസ് ചെയ്തിട്ട് ഈ ഭാഗം നോട്ടിലേക്ക് വൃത്തിയായി എഴുതി വയ്ക്കാവുന്നതാണ്. അത് റീഡ് ചെയ്യേണ്ടത് m/n എന്ന രീതിയിലാണ്. ഇറ്റ് ഈസ് കോൾഡ് ദ ഓർഡർ ഓഫ് എ മാട്രിക്സ്. അപ്പോൾ എന്താണ് ഓർഡർ ഓഫ് എ മാട്രിക്സ് എന്ന് ചോദിച്ചാൽ എ മാട്രിക്സ് വിത്ത് m റോസ് ആൻഡ് n കോളംസ് ഈസ് യൂഷ്വലി ഡിനോട്ടഡ് ആസ് എ മാട്രിക്സ് ഓഫ് ഓർഡർ m/n. അത് വായിക്കുന്നത് m/n, എഴുതുന്നത് m/n ആണെങ്കിലും വായിക്കുന്നത് m/n. ഇതിനെയാണ് നാം ഓർഡർ ഓഫ് എ മാട്രിക്സ് എന്ന് പറയുന്നത്. നമുക്കിനി ഒരു എക്സാമ്പിൾ നോക്കാം. ക്യാപിറ്റൽ എ. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു എയിലുള്ള എലമെൻറ്റ് ഫസ്റ്റ് റോയിലും ഫസ്റ്റ് കോളത്തിലുമാണെങ്കിൽ A11. ദെൻ രണ്ടാമത്തെ റോയിലും രണ്ടാമത്തെ കോളത്തിലുമാണെങ്കിൽ A12. ദെൻ രണ്ടാമത്തെ റോയിലും ഒന്നാമത്തെ കോളത്തിലുമാണെങ്കിൽ A21, ദെൻ A22. അതായത് A11 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 1 റോ എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നു, രണ്ടാമത്തെ 1 എന്നുള്ളത് കോളത്തിനെ സൂചിപ്പിക്കുന്നു, A11. അതേ രീതിയിൽ A12 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോ ആണ്, സെക്കൻഡ് കോളമാണ്. ആദ്യം എപ്പോഴും സൂചിപ്പിക്കുന്നത് റോ, ദെൻ കോളം. നമ്മൾ വായിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ക്യാപിറ്റൽ എ ഈക്വൽ ടു മാട്രിക്സ് A11, A12, A21, A22. ഇതേ രീതിയിലാണ് അതിനെ എക്സ്പ്രസ് ചെയ്യുന്നത്. അതായത് ഇൻ ജനറൽ നമുക്ക് പറയാം AIJ എന്ന് പറഞ്ഞാൽ ith റോ ആൻഡ് jth കോളം ഈസ് എൻ എലമെൻറ്റ് ലൈങ് ഇൻ ദ ith റോ ആൻഡ് jth കോളം. അതിനെ നമുക്ക് വേറെ രീതിയിലും കൂടി പറയാം. അതായത് AIJ എന്നുള്ളത് ijth എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ എ എന്ന രീതിയിലും കൂടി നമുക്ക് ഡിനോട്ട് ചെയ്യാം. അതായത് ijth എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ ith റോ jth കോളം ഓഫ് എ. അതായത് നമുക്കിതിനെ ഇവിടെ 2/2 ഓർഡർ ആയിരുന്നു, നമുക്കതിനെ m/n ആയിട്ടൊന്ന് ജനറലൈസ് ചെയ്യാം. അതായത് m/n മാട്രിക്സ് ഹാസ് ദ ഫോളോയിങ് റെക്റ്റാങ്കുലർ എറേ. അതായത് ഒരു m/n മാട്രിക്സ് ആണെങ്കിൽ നമുക്ക് 2/2 മാട്രിക്സ് ആണെങ്കിൽ നമുക്കറിയാം 2 × 2 4 എലമെൻറ്റ്സ് ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ m/n മാട്രിക്സിന് നമുക്കറിയാം m × n നമ്പർ ഓഫ് എലമെൻറ്റ്സ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് എലമെൻറ്റ് നേരത്തെ സൂചിപ്പിച്ച പോലെ A11, ഒന്നാമത്തെ റോയിലും ഒന്നാമത്തെ കോളത്തിലുമായി വരുന്ന എലമെൻറ്റ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് റോ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നാം സെക്കൻഡ് റോയിലുള്ള എലമെൻറ്റുകളെ പൊതുവെ എഴുതാറുള്ളൂ. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം അപ്പോൾ A11, ഫസ്റ്റ് റോ സെക്കൻഡ് കോളം A12, ഫസ്റ്റ് റോ തേർഡ് കോളം A13, ദെൻ എക്സെട്ര A1J, ഫസ്റ്റ് റോ jth കോളം, ദെൻ A1n. നമുക്ക് ആദ്യത്തെ റോ എഴുതിയാൽ തന്നെ എത്ര കോളമുണ്ട് എന്ന് മനസ്സിലാക്കാം. അതായത് n കോളംസ്. ഫസ്റ്റ് എലമെൻറ്റ് റോ സൂചിപ്പിക്കുന്നു, സെക്കൻഡ് എലമെൻറ്റ് കോളത്തിനെ സൂചിപ്പിക്കുന്നു. അതായത് n കോളംസ് എന്നർത്ഥം. ദെൻ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റിനെ A21, സെക്കൻഡ് റോ സെക്കൻഡ് എലമെൻറ്റ് A22, സെക്കൻഡ് റോ തേർഡ് കോളം A23, ദെൻ എക്സെട്ര A2J എക്സെട്ര A2n. ഇപ്പോൾ സെക്കൻഡ് റോയും കഴിഞ്ഞു. സെക്കൻഡ് റോയിൻ്റെ പ്രത്യേകത ഫസ്റ്റ് എലമെൻറ്റുകളെല്ലാം 2 ആയിരിക്കും. A21, A22, A23, A2J, A2n, ദെൻ എക്സെട്ര AIJ ith റോ ആണ്. ഇപ്പോൾ AI1, AI2, AI3, ദെൻ AIJ എലമെൻ്റ് ആണ് നാം നേരത്തെ സൂചിപ്പിച്ച ith റോ ആൻഡ് jth കോളം.
ഓഫ് ദ എലമെൻറ്റ് Aij, then Ain. അപ്പോൾ ith റോയിലുള്ള എലമെൻറ്റിൻ്റെ പ്രത്യേകത AI1, AI2, AI3 എക്സെട്ര Aij എക്സെട്ര Ain. ദെൻ നെക്സ്റ്റ് അടുത്ത എലമെൻറ്റ് നാം എഴുതുന്നത് അതായത് mth റോ ആണ്. അപ്പോൾ AM1, AM2, AM3 എക്സെട്ര AMJ എക്സെട്ര AMN. ഇതിൽ നിന്ന് m ഇൻറ്റു n, അതായത് mn എലമെൻറ്റ്സ് ആണ് ഒരു m/n ഓർഡേർഡ് മാട്രിക്സിന് ഉള്ളത് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഇവിടെ എലമെൻറ്റ് i എങ്ങനെയാണ് വാരി ചെയ്യുന്നത്, j എങ്ങനെയാണ് വാരി ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അതായത് ഇവിടെ എലമെൻറ്റ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, അതായത് j വാരി ചെയ്യുന്നത് ഈ ലാസ്റ്റ് എലമെൻ്റ് ഒന്ന് നോക്കിയാൽ മതി. അതായത് AM1, AM2, AM3 എക്സെട്ര AMJ എക്സെട്ര AMN. അതായത് ഇവിടെ എല്ലാം m ആണ് ഫസ്റ്റ് എലമെൻറ്റ്. അതായത് j വാരി ചെയ്യുന്നത് 1 to n ആണ്. j വാരി ചെയ്യണത് 1 to n. എന്നാൽ അതേസമയം ഇവിടെ i വാരി ചെയ്യണത് ഈ ലാസ്റ്റ് കോളം നോക്കിയാൽ മതി. A1n, A2n, AIn, AMN. അതായത് i വാരി ചെയ്യണത് 1 മുതൽ m വരെയാണ് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. കൂടാതെ i, n, j എന്നുള്ളത് നാച്ചുറൽ നമ്പറും ആയിരിക്കും. ഇതിനെ തന്നെ ക്യാപിറ്റൽ A എന്നുള്ളതിനെ നമുക്ക് മാട്രിക്സ് Aij എന്ന രൂപത്തിൽ തന്നെ ഡിനോട്ട് ചെയ്യാം. ക്യാപിറ്റൽ A ഈക്വൽ ടു മാട്രിക്സ് സ്മോൾ Aij m/n. m/n എന്നുള്ളത് m റോസ് ആൻഡ് n കോളംസ്. നേരത്തെ സൂചിപ്പിച്ച i വാരി ചെയ്യണത് 1 to m ആണ്, j വാരി ചെയ്യണത് 1 to n ആണ്. കൂടാതെ i, m ആൻഡ് n അതുള്ളത് ക്യാപിറ്റൽ എന്നിലെ എലമെൻ്റ് ആണ്. ഐയും ജെയും ക്യാപിറ്റൽ എന്നിലെ, അതായത് നാച്ചുറൽ നമ്പറാണ് എന്ന് ചുരുക്കും. അതായത് ജനറൽ കേസിലുള്ള Aij എന്ന് പറഞ്ഞാൽ ith റോയിലും jth കോളത്തിലും വരുന്ന എലമെൻ്റ് ആണ്. അതിനെയാണ് നാം പറയുന്നത് ijth എലമെൻറ്റ് ഓഫ് ദാറ്റ് മാട്രിക്സ്. നമുക്ക് നേരത്തെ എഴുതിയ ഇതേ കാര്യം തന്നെയാണ് ക്യാപിറ്റൽ A എന്നുള്ള മാട്രിക്സ്. ഇതിനെ നാം നേരത്തെ സൂചിപ്പിച്ചു. ക്യാപിറ്റൽ A ഈക്വൽ ടു മാട്രിക്സ് Aij m/n, where 1 less than or equal to I less than or equal to m, 1 less than or equal to j less than or equal to n, I, j belongs to capital N. കൂടാതെ നമുക്ക് ഇതുകൊണ്ട് തന്നെ ith റോ, നേരത്തെ സൂചിപ്പിച്ച ആ ith റോ എന്ന് പറയാം. AI1, AI2, AI3, AIj എക്സെട്ര AIn. ഇതാണ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ച ഈ എലമെൻറ്റുകൾ. ഇനി jth കോളമാണെങ്കിൽ ഇതേ രീതിയിൽ നമുക്ക് പറയാം. The jth row consists of the elements A1j, A2j, A3j, etc. Aij, Amj. ഇതാണ് നമ്മുടെ അടുത്ത എലമെൻറ്റ്. A1j, A2j, Aij, Amj. Then jth റോ ആണെങ്കിൽ AI1, AI2, AI3, Aij, AIn. അതുകൊണ്ട് തന്നെ നമുക്ക് Aij എന്ന് പറഞ്ഞാൽ ith റോ ആൻഡ് jth കോളം ഓർ ijth എലമെൻറ്റ് ഓഫ് മാട്രിക്സ് ക്യാപിറ്റൽ A. കൂടാതെ നേരത്തെ സൂചിപ്പിച്ച കാര്യം തന്നെയാണ്. അതായത് m/n മാട്രിക്സിന് ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് mn, m ഇൻറ്റു n. ദെൻ നമുക്കൊരു നോട്ടായിട്ട് ടെസ്റ്റിലുള്ളൊരു പ്രധാന പോയിൻ്റാണ്. We shall show the notation, namely capital A equal to matrix Aij m/n, to denote that A is a matrix of order m/n. കൂടാതെ we shall consider only those matrices whose elements are real numbers or functions taking real values. നമുക്കിവിടെ ടൈപ്സ് ഓഫ് മാട്രിക്സസ്, വിവിധ തരം മാട്രിക്സുകൾ ഒന്ന് നോക്കാം. അതൊരു എക്സാമ്പിൾ നോക്കാം. ലെറ്റ് ക്യാപിറ്റൽ A ഈക്വൽ ടു 1, 2, 0, -5. ഈ മെട്രിക്സ് എഴുതുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം. അതായത് ഒരു റോയും 4 കോളവുമാണുള്ളത്. അതായത് ക്യാപിറ്റൽ എയിൽ ഫസ്റ്റ് എലമെൻറ്റ് A11, A12, A13, A14.
A14 വന്നതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇതിൻ്റെ ഓർഡർ 1/4 ആണ്. ഒരു റോയും 4 കോളവുമാണുള്ളത്. ഒരേ ഒരു റോ, അതിനെയാണ് നാം പറയുന്നത്. നമുക്ക് ഇങ്ങനെയും കൂടി അതിനെ സൂചിപ്പിക്കാം. A ഈസ് എ മാട്രിക്സ് ഓഫ് ഓർഡർ 1/4. ഒരു മാട്രിക്സിന് ഒരേ ഒരു റോ മാത്രമേ ഉള്ളൂ എങ്കിൽ അതിനെയാണ് നാം പറയുന്നത് റോ മാട്രിക്സ്. അപ്പോൾ നമുക്ക് ആ റോ മാട്രിക്സിൻ്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. റോ മാട്രിക്സിൻ്റെ പ്രത്യേകത ഒരു റോ മാത്രമേ പാടൂ. അപ്പോൾ എയുടെ ഓർഡർ 1/4 വേണമെന്നില്ല, 1/3 ആകാം, 1/2 ആകാം, 1/1 ഒരേ ഒരു എലമെൻറ്റും ആകാം. അതായത് ഇൻ ജനറൽ നമുക്ക് എന്തുകൂടി പറയാം, 1/n എന്ന രൂപത്തിൽ വരുന്നതിനെയാണ് റോ മാട്രിക്സ് എന്ന് പറയുന്നത്. അതായത് എ മാട്രിക്സ് ഈസ് സെറ്റ് ടു ബി റോ മാട്രിക്സ് ഇഫ് ഇറ്റ് ഹാസ് ഓൺലി വൺ റോ. ഒരേ ഒരു റോ മാത്രമേ ഉള്ളൂ എങ്കിൽ അതിനെയാണ് നാം പറയുന്നത് റോ മാട്രിക്സ്. അതായത് ഇൻ ജനറൽ ക്യാപിറ്റൽ A ഈക്വൽ ടു മാട്രിക്സ് Aij 1/m ഈസ് എ റോ മാട്രിക്സ് ഓഫ് ഓർഡർ 1/m. ഇവിടെ m എന്നുള്ളത് എനി നമ്പർ ആകാം, എന്നാൽ പ്രത്യേകത ഒരേ ഒരു റോ മാത്രമേ പാടൂ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനം. ഒരു റോ മാത്രമുള്ള മാട്രിക്സിനെയാണ് നാം പറയുന്നത് റോ മാട്രിക്സ്. അതായത് എ മാട്രിക്സ് ഈസ് സെറ്റ് ടു ബി റോ മാട്രിക്സ് ഇഫ് ഇറ്റ് ഹാസ് ഓൺലി വൺ റോ. നമുക്ക് ഏതാനും എക്സാമ്പിൾ ഒന്ന് നോക്കാം. ക്യാപിറ്റൽ B 1 3 -6, അതായത് ഒരു റോയും 3 കോളവും. അതായത് B ഈസ് എ മാട്രിക്സ് ഓഫ് ഓർഡർ 1/3. Then another example, capital C pi√3. നേരത്തെ സൂചിപ്പിച്ചു, അതിൽ റിയൽ നമ്പർ വരാം, കോംപ്ലക്സ് നമ്പർ വരാം, ഏത് രീതിയിലുള്ള നമ്പറും വരാം, ഫങ്ഷൻസും വരാം. അങ്ങനെയുള്ള റെക്റ്റാങ്കുലർ അറേഞ്ച്മെൻറ്റിനെയാണ് മെട്രിക്സ് എന്ന് പറയുന്നത്. ഇവിടെ സിയുടെ ഓർഡർ 1/2, ബിയുടെ ഓർഡർ 1/3, എയുടെ ഓർഡർ 1/4. Therefore A, B, C are examples for row matrix. A matrix is said to be row matrix if it has only one row. Then അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ക്യാപിറ്റൽ A മാട്രിക്സ് 7 3 √3 pi/3. ഇവിടെ 4 റോസ് ബട്ട് ഓൺലി 1 കോളം. ഒരു കോളം മാത്രമുള്ള മാട്രിക്സ്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. അതായത് ഇതിനെ നമുക്ക് എന്തു പറയാം, 4/1 എന്ന് പറയാം. അതായത് A ഈസ് എ മാട്രിക്സ് ഓഫ് ഓർഡർ 4/1. ഇവിടുത്തെ പ്രത്യേകത നേരത്തെ റോ മാത്രം ഒരെണ്ണമായിരുന്നു, ഇവിടെ കോളത്തിൻ്റെ എണ്ണമാണ് ഒരെണ്ണം, 4/1. അങ്ങനെ ഒരേ ഒരു കോളം മാത്രമാകുമ്പോഴാണ് നാം അതിനെ കോളം മെട്രിക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ കോളം മെട്രിക്സ് ആകണമെങ്കിൽ 4/1 അല്ലെങ്കിൽ 3/1, 2/1, 1/1 ആൻഡ് ഇൻ ജനറൽ n/1. അതായത് ഒരേ ഒരു റോ, ഒരേ ഒരു കോളം മാത്രമേ ഉള്ളൂ എങ്കിൽ അതിനെയാണ് നാം പറയുന്നത് കോളം മാട്രിക്സ്. അതുകൊണ്ട് എന്താണ് കോളം മാട്രിക്സ് എന്ന് ചോദിച്ചാൽ, എ മാട്രിക്സ് ഈസ് സെറ്റ് ടു ബി എ കോളം മാട്രിക്സ് ഇഫ് ഇറ്റ് ഹാസ് ഓൺലി വൺ കോളം. ഒരേ ഒരു കോളം മാത്രമേ ഉള്ളൂ എങ്കിൽ അത്തരം മാട്രിക്സിനെയാണ് നാം പറയുന്നത് കോളം മാട്രിക്സ്. അതായത് ഇൻ ജനറൽ ക്യാപിറ്റൽ A ഈക്വൽ ടു മാട്രിക്സ് Aij m/1 ഈസ് എ കോളം മാട്രിക്സ് ഓഫ് ഓർഡർ m/1. ഇവിടെ m എന്നുള്ളത് എനി നമ്പർ ആകാം, എന്നാൽ പ്രത്യേകത നമ്പർ ഓഫ് കോളം മസ്റ്റ് ബി 1. എ മാട്രിക്സ് ഈസ് സെറ്റ് ടു ബി കോളം മാട്രിക്സ് ഇഫ് ഇറ്റ് ഹാസ് ഓൺലി 1 കോളം. നമുക്ക് ഏതാനും എക്സാമ്പിൾ നോക്കാം. ക്യാപിറ്റൽ B -2 4 5, അതായത് 3/1. B ഈസ് എ മാട്രിക്സ് ഓഫ് ഓർഡർ 3/1. Another example C 1 7, column matrix, column first row 1, second row 7, 2 rows and 1 column. Then another example, capital A first row 9 1 -3, first row. നമുക്ക് ഫസ്റ്റ് റോ എഴുതുമ്പോൾ തന്നെ എത്ര കോളം ഉണ്ട് എന്ന് കൃത്യമായിട്ട് പറയാം. റോ നമുക്ക് അവസാനം എഴുതിയാൽ മാത്രമേ പറയാനാകൂ. അപ്പോൾ ഫസ്റ്റ് റോ 9 1 -3, സെക്കൻഡ് റോ √3 0 -5, തേർഡ് റോ 2 -1 8. അപ്പോൾ ഇതൊരു 3/3 ഓർഡറാണ്. അതിലെ എലമെൻറ്റുകൾ ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ, ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം. അതായത്
എ ഈസ് എ മെട്രിക്സ് ഓഫ് ഓർഡർ 3/3 എന്ന് പറയാം. 3 റോയും 3 കോളവും, കൃത്യം 3, അതുപോലെ തന്നെ കൃത്യം 3 കോളം. അതായത് റോയിൻ്റെ എണ്ണവും കോളത്തിൻ്റെ എണ്ണവും ഈക്വലാണ് എന്ന് ചുരുക്കം. അതായത് ഒരേ എണ്ണം വരുമ്പോഴാണ് സാധാരണ മാട്രിക്സിനെ നാം ഡിഫൈൻ ചെയ്യുന്ന റെക്റ്റാങ്കുലർ അറേഞ്ച്മെൻ്റ് ആണ്. ഇവിടെ റെക്റ്റാങ്കുലർ അറേഞ്ച്മെൻറ്റ്, ഇവിടെ സ്ക്വയർ ആയി എന്ന് മാത്രമേ ഉള്ളൂ, അതും റെക്റ്റാങ്കുലർ തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് റോസ് ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ്, അതിനെയാണ് നാം പറയുന്നത് സ്ക്വയർ മാട്രിക്സ്. അതായത് എന്താണ് സ്ക്വയർ മാട്രിക്സ് എന്ന് ചോദിച്ചാൽ എ മാട്രിക്സ് ഇൻ വിച്ച് ദ നമ്പർ ഓഫ് റോസ് ആർ ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ്. റോയുടെ എണ്ണവും കോളത്തിൻ്റെ എണ്ണവും തുല്യമാകുമ്പോഴാണ് നാം അതിനെ സ്ക്വയർ മാട്രിക്സ് എന്ന് പറയുന്നത്. ഈ സെറ്റ് ടു ബി എ സ്ക്വയർ മാട്രിക്സ്. അതായത് എൻ എം ബൈ എൻ മാട്രിക്സ് ഈസ് സെറ്റ് ടു ബി എ സ്ക്വയർ മാട്രിക്സ് ഇഫ് എം ഈക്വൽ ടു എൻ. എമ്മിൻ്റെ എണ്ണവും എന്നിൻ്റെ എണ്ണവും ഈക്വൽ ആകുമ്പോഴാണ് സ്ക്വയർ മാട്രിക്സ് എന്ന് പറയുന്നത്. ആൻഡ് ഈസ് നോൺ ആസ് എ സ്ക്വയർ മാട്രിക്സ് ഓഫ് ഓർഡർ എൻ. അതായത് എൻ ബൈ എൻ ആയിരിക്കും റോ കോളം. രണ്ടിൻ്റെ എണ്ണം തുല്യമാകുമ്പോൾ നമുക്ക് രണ്ടും പറയേണ്ടതില്ല, രണ്ടും ഒന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് സ്ക്വയർ മാട്രിക്സ് ഓഫ് ഓർഡർ എൻ എന്ന് പറയുന്നത്. സാധാരണ എം ബൈ എൻ എന്നാണ് പറയാറുള്ളത്, കാരണം എമ്മും എന്നും ഈക്വൽ ആയില്ല. ഇവിടെ സ്ക്വയർ മാട്രിക്സ് ആണെങ്കിൽ, അതായത് എൻ എം ബൈ എൻ മാട്രിക്സ് ഈസ് സെറ്റ് ടു ബി സ്ക്വയർ മാട്രിക്സ് ഇഫ് എം ഈക്വൽ ടു എൻ. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ക്യാപിറ്റൽ ബി മാട്രിക്സ് -1 0 0 2. ദെൻ അനദർ എക്സാമ്പിൾ സി 3. ഒരേ ഒരു റോയും ഒരേ ഒരു കോളവും മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ കൂടെ നമുക്ക് മറ്റൊരു കാര്യം കൂടി ഇവിടെ പറയാനുള്ളത്, ഒരു മാട്രിക്സ് സ്ക്വയർ ആണെങ്കിൽ നാം നേരത്തെ പറഞ്ഞു നമ്പർ ഓഫ് റോസ് ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഡയഗണൽ എലമെൻറ്റുകൾ രൂപം കൊള്ളുന്നു. ഡയഗണൽ, അതായത് 9 0 8. ഇതിനെയാണ് നാം പറയുന്നത് പ്രിൻസിപ്പൽ ഡയഗണൽ അല്ലെങ്കിൽ മെയിൻ ഡയഗണൽ. അപ്പോൾ ഇവിടെ ഒരു സ്ക്വയർ മാട്രിക്സിന് ഡയഗണൽ എലമെൻറ്റുകളാണ് 9 0 8. സബ് ഡയഗണൽ -3 0 2. ഇതും സബ് ഡയഗണൽ, രണ്ടും ഡയഗണലാണ്. 9 0 8 എന്നുള്ളത് മെയിൻ ഡയഗണൽ, -3 0 2 എന്നുള്ളത് സബ് ഡയഗണൽ. അതായത് ജനറൽ കേസിൽ A11 A12 A13 എക്സെട്ര അതേ രീതിയിൽ നാം പറയുമ്പോൾ എം ബൈ എൻ അല്ലെങ്കിൽ എൻ ബൈ എൻ ഓർഡർ ആയിട്ട് വരുന്ന ഒരു സ്ക്വയർ മാട്രിക്സിനെ സംബന്ധിച്ച് A11 A1 A22 A33 എക്സെട്ര ANN, അതിനെയാണ് നാം പറയുന്നത് ഡയഗണൽ എലമെൻറ്റ്സ്. അപ്പോൾ ഒരു ഡയഗണൽ എലമെൻറ്റ്സ് സ്ക്വയർ മാട്രിക്സിനാണ് ഉണ്ടായിരിക്കുക. നമുക്കതും ഒന്ന് നോക്കാം. അതായത് ഇഫ് capital A equal to matrix Aij is a square matrix of order n, then the elements അല്ലെങ്കിൽ entries A11 A22 etc. ANN are set to constitute the diagonal of a matrix. For example ആണ് 1 3 1 2 4 -1 3 5 6. അതിനാൽ 1 4 6 എന്നുള്ളതാണ് ഇവിടുത്തെ ഡയഗണൽ എലമെൻറ്റ്സ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഡയഗണൽ അല്ലെങ്കിൽ മെയിൻ ഡയഗണൽ. ആ മെയിൻ ഡയഗണൽ എലമെൻറ്റ്സ് A11 A22 എക്സെട്ര ANN. ഒരു എക്സാമ്പിൾ നോക്കാം. ക്യാപിറ്റൽ A ഈക്വൽ ടു ഒരു 1/n 1/1 സ്ക്വയർ മാട്രിക്സ് ആണ്. ക്യാപിറ്റൽ B -1 0 0 2. ദെൻ അനദർ എക്സാമ്പിൾ -1.1 0 0 0 2 0 0 0 3. ഇവിടെ എക്സാമ്പിളിൽ ഒരു കാര്യം കൂടിയുണ്ട്. അതായത് ഇതൊരു സ്ക്വയർ മാട്രിക്സ് ആണ് എന്ന് പറഞ്ഞു. അതിൻ്റെ ഡയഗണൽ എലമെൻറ്റുകളും ഇവിടെ കണ്ടു. -1 2 -1.1 2 3. അതായത് ഡയഗണൽ എലമെൻറ്റുകൾ അല്ലാത്ത ബാക്കിയെല്ലാം നോൺ ഡയഗണൽ എലമെൻറ്റുകൾ 0 ആണ്. ഡയഗണൽ അല്ലാത്ത എലമെൻറ്റുകൾ 0 ആണ്. അതിനെയാണ് നാം പറയുന്നത് ഡയഗണൽ മാട്രിക്സ്. അതായത് ഡയഗണൽ മാട്രിക്സ് എന്ന് പറഞ്ഞാൽ ഡയഗണൽ എലമെൻറ്റുകൾ അല്ലാത്ത എലമെൻറ്റുകളെല്ലാം 0 വന്നാൽ അത്തരം മാട്രിക്സിനെയാണ് ഡയഗണൽ മാട്രിക്സ് എന്ന് പറയുന്നത്. അതായത് എ സ്ക്വയർ മാട്രിക്സ് ക്യാപിറ്റൽ A ഈക്വൽ ടു മാട്രിക്സ് Aij n by n is said to be a diagonal matrix if all its non-diagonal elements are 0.
ഡയഗണൽ അല്ലാത്ത എലമെൻറ്റുകൾ 0 ആണ് എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. ഡയഗണൽ എലമെൻറ്റും കൂടി 0 വന്നാലും ഡെഫിനിഷന് വ്യത്യാസങ്ങളില്ല. പ്രധാന കാര്യം ഡയഗണൽ അല്ലാത്ത എലമെൻറ്റുകൾ നോൺ ഡയഗണൽ എലമെൻറ്റ്സ് ആർ 0 എന്നുള്ളതാണ്. അതായത് ഇൻ ജനറൽ എ മെട്രിക്സ് ക്യാപിറ്റൽ എ ഈക്വൽ ടു മെട്രിക്സ് എ ഐ ജെ എൻ ബൈ എൻ ഈസ് സെറ്റ് ടു ബി എ ഡയഗണൽ മെട്രിക്സ് if aij equal to 0 when I not equal to j. അതായത് a11 a22 a33 അതൊന്നും 0 വരണമെന്നില്ല. എന്നാൽ അല്ലാത്ത a12 a13 a21 a23 അങ്ങനെ ഐയും ജെയും വ്യത്യസ്തമാണെങ്കിൽ അത് 0 വരുന്നു എങ്കിൽ അത്തരം മെട്രിക്സിനെയാണ് നാം ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത്. അതായത് നോൺ ഡയഗണൽ എലമെൻറ്റ്സ് ആർ 0. ദെൻ ദ സ്ക്വയർ മെട്രിക്സ് ഈസ് സെറ്റ് ടു ബി ഡയഗണൽ മെട്രിക്സ്. നമുക്കിനി അടുത്തത്, ഇപ്പോൾ ഈ ഡയഗണൽ എലമെൻറ്റുകളെല്ലാം വ്യത്യസ്ത എലമെൻറ്റുകളാണ്. എന്നാൽ ഇതെല്ലാം സെയിം വരുമ്പോൾ അതിനെയാണ് നാം പറയുന്നത് സ്കേലാർ മെട്രിക്സ്. അതായത് ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ സ്ക്വയർ മെട്രിക്സിൻ്റെ മറ്റൊരു സ്പെഷ്യൽ കേസാണ്. ആ ഡയഗണൽ മെട്രിക്സിൻ്റെ മറ്റൊരു സ്പെഷ്യൽ കേസാണ് സ്കേലാർ മെട്രിക്സ്. അതാണ് നമുക്ക് അടുത്തത്. നമുക്കതൊന്ന് നോക്കാം. ക്യാപിറ്റൽ എ ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. എലമെൻറ്റ് 4 1 by 1 ഈസ് ദ ഓർഡർ. ദെൻ അനദർ മെട്രിക്സ് ക്യാപിറ്റൽ ബി 2 0 0 2 ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആണ്. ഇതൊരു ഡയഗണൽ മെട്രിക്സ് ആണ്. ഡയഗണൽ എലമെൻറ്റ്സ് കോൺസ്റ്റൻ്റ് ആണ് 2 2. ഡയഗണൽ അല്ലാത്ത എലമെൻറ്റുകൾ 0 ആണ്. ദെൻ അടുത്തൊരു മെട്രിക്സ് നോക്കാം. 3 0 0 0 3 0 0 0 3 അതായത് ഒരു സ്ക്വയർ മെട്രിക്സ്, ഡയഗണൽ മെട്രിക്സ്, കൂടാതെ ഡയഗണൽ എലമെൻറ്റ്സ് ആർ ഈക്വൽ. അത്തരം മെട്രിക്സിനെയാണ് നാം പറയുന്നത് സ്കേലാർ മെട്രിക്സ്. അപ്പോൾ നമുക്ക് ആ സ്കേലാർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എ ഡയഗണൽ മെട്രിക്സ് ഈസ് സെറ്റ് ടു ബി എ സ്കേലാർ മെട്രിക്സ് if its diagonal elements are equal. അതായത് ഡയഗണൽ മെട്രിക്സിൽ നിന്നാണ് സ്കേലാർ മെട്രിക്സ് ഡിഫൈൻ ചെയ്യുന്നത്. Thus സ്ക്വയർ മെട്രിക്സ് ക്യാപിറ്റൽ എ aij n by n is set to be a scalar matrix. സ്കേലാർ മെട്രിക്സ് ആകാനുള്ള കണ്ടീഷൻ ഇവിടെ നമുക്കറിയാം aij എന്നുള്ളത് 0 ആണ്. ഐയും ജെയും ഈക്വൽ അല്ലെങ്കിൽ 0 ആണ്. ഐയും ജെയും ഈക്വൽ ആണെങ്കിൽ, അതായത് a11 a22 a11 a22 a33 ഇതെല്ലാം ഒരു കോൺസ്റ്റൻ്റ് ആയി വരുമ്പോഴാണ് നാം അതിനെ സ്കേലാർ മെട്രിക്സ് എന്ന് പറയുന്നത്. അതായത് aij equal to 0 when I not equal to j, aij equal to k in the case of matrix B, k equal to 2, and in the case of C, k equal to 3. അതായത് aij equal to 0 when I not equal to j, aij equal to k when I equal to j for some constant small k. സ്കേലാർ മെട്രിക്സ്. അപ്പോൾ സ്കേലാർ മെട്രിക്സിന് എക്സാമ്പിളാണ് a equal to matrix 4, capital B equal to matrix 2 0 0 2, capital C equal to matrix 3 0 0 0 3 0 0 0 3. ദെൻ അടുത്തൊരു മെട്രിക്സ് നോക്കാം, ഐഡൻറ്റിറ്റി മെട്രിക്സ്. അതായത് എ സ്ക്വയർ മെട്രിക്സ് ഇൻ വിച്ച് ദ എലമെൻറ്റ്സ് ഇൻ ദ ഡയഗണൽ ആർ 1 ആൻഡ് ദ റെസ്റ്റ് ആർ 0. നേരത്തെ നാം പഠിച്ച സ്കേലാർ മെട്രിക്സിൻ്റെ പ്രത്യേകത ഡയഗണൽ എലമെൻറ്റ്സ് കോൺസ്റ്റൻ്റ് ആയിരുന്നു. ആ കോൺസ്റ്റൻ്റ് എല്ലാം 1 വരുമ്പോൾ അതിനെയാണ് നാം പറയുന്നത് ഐഡൻറ്റിറ്റി മെട്രിക്സ്. അതായത് എ സ്ക്വയർ മെട്രിക്സ് ക്യാപിറ്റൽ എ equal to matrix aij n by n is an identity matrix if aij equal to 1, if I equal to j. അതായത് a11 a22 a33 അങ്ങനെ വരുന്ന ഡയഗണൽ എലമെൻറ്റുകളെല്ലാം 1. എന്നാൽ aij equal to 0 if I not equal to j. ഐയും ജെയും ഈക്വൽ അല്ലാത്ത എലമെൻറ്റുകൾ, അതായത് നോൺ ഡയഗണൽ എലമെൻസുകൾ 0യും ഡയഗണൽ എലമെൻറ്റുകളെല്ലാം 1ഉം വരുമ്പോൾ അത്തരം
മെട്രിക്സിനെയാണ് നാം പറയുന്നത് ഐഡൻറ്റിറ്റി മെട്രിക്സ്. അപ്പോൾ ഐഡൻറ്റിറ്റി മെട്രിക്സിന് നമുക്ക് എക്സാമ്പിൾ കൊടുക്കാം. അതായത് 1 ഓർഡർ 1 ആണെങ്കിൽ നമുക്കറിയാം ഒരേ ഒരു എലമെൻറ്റേ ഉണ്ടായിരിക്കുള്ളൂ, അതുതന്നെ ആയിരിക്കും അവിടുത്തെ ഡയഗണൽ എലമെൻറ്റ്. ദെൻ I2 ആണെങ്കിൽ 1 0 0 1. Diagonal elements are equal, constant, and this constant equal to 1. Non-diagonal elements are 0. Then I3 1 0 0 0 1 0 0 0 1. അതുകൊണ്ട് നമുക്ക് ഇതൊന്ന് കൺക്ലൂഡ് ചെയ്യാം. ഒരു നോട്ടായിട്ട് പറയാം. എ സ്കേലാർ മെട്രിക്സ് ഈസ് എൻ ഐഡൻറ്റിറ്റി മെട്രിക്സ് വെൻ k ഈക്വൽ ടു 1. അതായത് ഈ ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞാലും അതൊരു സ്കേലാർ മെട്രിക്സ് ആണ്, അതൊരു ഡയഗണൽ മെട്രിക്സ് ആണ്, അതൊരു സ്ക്വയർ മെട്രിക്സ് ആണ്. അതിൻ്റെ സ്പെഷ്യൽ കേസ് എല്ലാം 1 വന്നപ്പോഴാണ് അത് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയത് എന്ന് ചുരുക്കം. നമുക്കിവിടെ ഒരു മെട്രിക്സ് 0, ഇവിടെ 0 0 3 0, എല്ലാ എലമെൻറ്റുകളും ഇവിടെ 0 ആണ്. ആദ്യത്തെ ഓർഡർ 1, ഇവിടെ 1/2 2/2 2/3. ഈ മെട്രിക്സിൻ്റെ ഒക്കെ പ്രത്യേകത ഇതിലെ എലമെൻറ്റുകളെല്ലാം 0 വന്നു. അപ്പോഴാണ് നാം അതിനെ പറയുന്നത് നൾ മെട്രിക്സ് അല്ലെങ്കിൽ സീറോ മെട്രിക്സ്. അപ്പോൾ എന്താണ് സീറോ മെട്രിക്സ് എന്ന് ചോദിച്ചാൽ എ മെട്രിക്സ് ഈസ് സെറ്റ് ടു ബി എ സീറോ മെട്രിക്സ്. ഒന്നുകിൽ സീറോ മെട്രിക്സ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ നൾ മെട്രിക്സ്. ഇഫ് ഓൾ ഇറ്റ്സ് എലമെൻറ്റ്സ് ആർ 0, ഒരു മെട്രിക്സിലെ എല്ലാ എലമെൻറ്റുകളും 0 വരുമ്പോൾ അതിനെയാണ് നാം സീറോ മെട്രിക്സ് എന്ന് പറയുന്നത്. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ O എന്ന രൂപത്തിലാണ്. ദ ഫോളോയിങ് ആർ എക്സാമ്പിൾസ് ഓഫ് സീറോ മെട്രിക്സ്. അപ്പോൾ സീറോ മെട്രിക്സ് എലമെൻറ്റുകളെല്ലാം 0 വരുമ്പോൾ അതിനെയാണ് നാം പറയുന്നത് സീറോ മെട്രിക്സ് അല്ലെങ്കിൽ നൾ മെട്രിക്സ്. ഇവിടെ 2 മെട്രിക്സ്, ആ മെട്രിക്സിലെ എലമെൻറ്റുകൾ A B C D. അതുപോലെ മറ്റൊരു മെട്രിക്സ് 1 2 3 4. നമുക്കറിയാം ആദ്യത്തെ മെട്രിക്സിൻ്റെ പ്രത്യേകത ഇതൊരു 2/2 മെട്രിക്സ് ആണ്. രണ്ടാമത്തെ മെട്രിക്സും 2/2 മെട്രിക്സ് ആണ്. ഓർഡർ സെയിം ആണ്. അതുകൊണ്ട് തന്നെ രണ്ടിനും കറസ്പോണ്ടിങ് ആയ എലമെൻറ്റുകൾ ഉണ്ടായിരിക്കും. അതായത് A എന്നുള്ളതിൻ്റെ അതേ സ്ഥാനത്താണ് ഇവിടെ 1 വരുന്നത്. B എന്ന മെട്രിക്സ് B എന്ന എലമെൻറ്റിൻ്റെ സ്ഥാനത്താണ് 2 വരുന്നത്. അതായത് സിയുടെ പൊസിഷൻ A21 ആണ്, 3യുടെ പൊസിഷനും A21 ആണ്, ഡിയുടെ പൊസിഷൻ A22 ആണ്. ഇവിടെ 4 എന്ന നമ്പറിൻ്റെ ആ എലമെൻറ്റിൻ്റെ പൊസിഷനും A22 ആണ്. സെക്കൻഡ് റോ സെക്കൻഡ് കോളം. എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, 1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം. അതായത് ഈ 2 മെട്രിക്സ് ഈക്വൽ ആകാനുള്ള കണ്ടീഷൻ അതിൻ്റെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ആർ ഈക്വൽ. അതായത് 2 മെട്രിക്സസ് വേണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് മെട്രിക്സിനെ ക്യാപിറ്റൽ എന്ന് കൊടുക്കാം, സെക്കൻഡിനെ B എന്ന് കൊടുക്കാം. ഈ 2 മെട്രിക്സും ഈക്വൽ ആകാനുള്ള കണ്ടീഷൻ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ആർ ഈക്വൽ. ദർഫോർ വി ക്യാൻ സേ ദാറ്റ് A ഈക്വൽ ടു 1, അതേപോലെ B ഈക്വൽ ടു 2 എന്ന് കൊടുക്കാം, C ഈക്വൽ ടു 3 എന്ന് കൊടുക്കാം, അതുപോലെ തന്നെ D ഈക്വൽ ടു 4 എന്ന് കൊടുക്കാം. അതായത് 2 മെട്രിക്സ് ഈക്വൽ ആകാനുള്ള കണ്ടീഷൻ, അതായത് ആ മെട്രിക്സിലെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഈക്വൽ ആയിരിക്കണം. കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഈക്വൽ ആയിരിക്കണമെങ്കിൽ അതിൻ്റെ ഓർഡർ സെയിം ആയിരിക്കണം. ഒരെണ്ണം 2/3 ഒരെണ്ണം 3/2 ആണെങ്കിൽ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് നമുക്ക് ലഭിക്കില്ല. അതുകൊണ്ട് ഇതിനെയാണ് നാം പറയുന്നത് 2 മെട്രിക്സ് ഈക്വൽ ആകാനുള്ള കണ്ടീഷൻ ആ എലമെൻറ്റുകൾ രണ്ടും ഒരേ ഓർഡർ ആയിരിക്കണം എന്നതാണ്. അതായത് 2 matrices capital A and capital B are equal if they have same order and their corresponding elements are equal. അതിലെ 2 മെട്രിക്സിൻ്റെയും ഓർഡർ സെയിം ആയിരിക്കണം, കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഈക്വൽ ആയിരിക്കുകയും വേണം. ആ സമയത്താണ് A ഈക്വൽ ടു B എന്ന് നാം പറയുന്നു. ഇൻ സച്ച് കേസ് വി റൈറ്റ് ദിസ് ആസ് A ഈക്വൽ ടു B. ഒരു എക്സാമ്പിൾ നോക്കാം. അതായത് XY 2 3 6 0 ZA. അതായത് ഇവിടെ 2/2 ഓർഡറാണ്, ഇവിടെയും 2/2 ഓർഡറാണ്. എക്സിൻ്റെ സ്ഥാനത്ത് 2 ആണ്, അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? X ഈക്വൽ ടു 2 എന്ന് പറയാം, Y ഈക്വൽ ടു 3 എന്ന് പറയാം, Z ഈക്വൽ ടു 6 എന്ന് പറയാം, A ഈക്വൽ ടു 0 എന്നും ഈ സമയത്ത് നമുക്ക്
സൂചിപ്പിക്കാം. രണ്ട് മെട്രിക്സ് ഈക്വൽ ആകാനുള്ള കണ്ടീഷൻ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ആർ ഈക്വൽ. കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഈക്വൽ ആകാനുള്ള ഫസ്റ്റ് പോയിൻ്റ് അത് ഒരേ ഓർഡർ ആയിരിക്കണം എന്നതാണ്. കറസ്പോണ്ടിങ് ഓർഡർ. ഈ ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഈ ക്ലാസ്സിൽ നാം ഇതുവരെ പഠിച്ചത് ഒന്ന് ഡെഫിനിഷൻ ഓഫ് മെട്രിക്സ്. എന്താണ് മെട്രിക്സ്? അതായത് മെട്രിക്സ് ഈസ് എ റെക്റ്റാങ്കുലർ അറേഞ്ച്മെൻറ്റ് ഓഫ് എലമെൻറ്റ്സ്, അതായത് ഫങ്ഷൻസ് ഓർ നമ്പേഴ്സ്. അത് കോംപ്ലക്സ് ആകാം, അതുപോലെ തന്നെ റിയൽ നമ്പർ ആകാം. റെക്റ്റാങ്കുലർ അറേഞ്ച്മെൻറ്റ്. കൂടാതെ അത് സ്ക്വയർ ബ്രാക്കറ്റിലോ ഓർഡിനറി ബ്രാക്കറ്റിലോ സൂചിപ്പിക്കാം. അതിനെയാണ് നാം മെട്രിക്സ് എന്ന് പറഞ്ഞത്. ഇനി അതിൻ്റെ തന്നെ വിവിധ ടൈപ്പ് മെട്രിക്സ് ആണ് മറ്റൊന്ന് പഠിച്ചത്. അതിൽ ഫസ്റ്റ് റോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എ മെട്രിക്സ് ഹാവിങ് വൺ ആൻഡ് ഓൺലി വൺ റോ, ആൻഡ് if a matrix has only one column it is said to be column matrix. Then മറ്റൊന്ന് പഠിച്ചത് സ്ക്വയർ മാട്രിക്സ്, നമ്പർ ഓഫ് റോസ് ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ്. കൂടാതെ അതിൽ ഡയഗണൽ എലമെൻറ്റ്സ്, നോൺ ഡയഗണൽ എലമെൻറ്റ്സ് ആർ 0. അതിനെയാണ് ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞത്. കൂടാതെ ആ ഡയഗണൽ എലമെൻറ്റ്സുകൾ ഈക്വലാണ്, അപ്പോഴാണ് നാം സ്കേലാർ മെട്രിക്സ് എന്ന് പറഞ്ഞത്. കൂടാതെ ആ സ്കേലാർ മെട്രിക്സിലെ ആ ഡയഗണൽ എലമെൻറ്റ്സുകളെല്ലാം ഐഡൻറ്റിറ്റി, അതായത് 1 എന്ന നമ്പർ വരുമ്പോഴാണ് ഐഡൻറ്റിറ്റി മെട്രിക്സ്. ഐഡൻറ്റിറ്റി മെട്രിക്സ് തന്നെ നമുക്കറിയാം I1, I2, I3 എന്ന രീതിയിലൊക്കെ അതിനെ സൂചിപ്പിക്കാം. കൂടാതെ എല്ലാ എലമെൻറ്റുകളും 0 വരുമ്പോഴാണ് സീറോ മെട്രിക്സ് എന്ന് നാം സൂചിപ്പിച്ചത്, സീറോ മെട്രിക്സ്. കൂടാതെ രണ്ട് മെട്രിക്സ് ഒരേ ഓർഡർ വരുമ്പോൾ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഈക്വൽ ആകുമെന്ന് പറഞ്ഞു. അതായത് രണ്ട് മെട്രിക്സ് ഈക്വൽ ആകാനുള്ള കണ്ടീഷൻ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ആർ ഈക്വൽ ആൻഡ് ദെയർ ഓർഡർ ഈസ് സെയിം. ഈക്വാലിറ്റി ഓഫ് മെട്രിക്സസ്. അപ്പോൾ ഈ കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിച്ചത്. എന്താണ് ഡെഫിനിഷൻ ഓഫ് മെട്രിക്സ്, കൂടാതെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെട്രിക്സ്, റോ മെട്രിക്സ്, കോളം മെട്രിക്സ്, സ്ക്വയർ മെട്രിക്സ്, ഡയഗണൽ മെട്രിക്സ്, സ്കേലാർ മെട്രിക്സ്, ഐഡൻറ്റിറ്റി മെട്രിക്സ്, സീറോ മെട്രിക്സ് ആൻഡ് ഈക്വാലിറ്റി ഓഫ് ടു മെട്രിസസ്. അതായത് ദ കണ്ടീഷൻ ഫോർ ടു മെട്രിസസ് ടു ബി ഈക്വൽ. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.